ഒഡേസ തുറമുഖത്തിന് സമീപം ധാന്യം കയറ്റിയ കപ്പലിന് നേർക്ക് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഇവരിൽ മലയാളി ഉൾപ്പെടെ 4 പേർ ഇന്ത്യക്കാരാണ്. ഗിനിയ ബിസു പതാകയേന്തിയ MV ഗോൾഡൻ ലിയോ എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം കരിങ്കടലിൽ ആക്രമിക്കപ്പെട്ടത്. സിറിയയിൽ നിന്നുള്ള ജീവനക്കാരും കപ്പലിലുണ്ടായിരുന്നു. 3 ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു കപ്പലിന് നേർക്കുള്ള റഷ്യയുടെ ആക്രമണം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ട മലയാളി. കൊല്ലപ്പെട്ടവരിൽ 9 പേർ കപ്പൽ ജീവനക്കാരും ഒരാൾ മാരിടൈം പൈലറ്റുമാണ്. കപ്പലിലുണ്ടായിരുന്ന 8 പേരെ യുക്രൈൻ നാവികസേന രക്ഷപ്പെടുത്തി. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരിൽ 5 പേർ ഇന്ത്യക്കാരാണ്. ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. 4 ഇന്ത്യക്കാർ ദാരുണമായി കൊല്ലപ്പെട്ടുവെന്നും ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. നാവിഗേഷനും വാണിജ്യ സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്തുന്ന ആക്രമണം നിർഭാഗ്യകരമാണെന്നും അത് ഒഴിവാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. യുക്രൈനിലെ ഇന്ത്യൻ മിഷൻ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ആക്രമണത്തിനിരയായ ഇന്ത്യക്കാർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ജീവൻ നഷ്ടമായ ഇന്ത്യക്കാരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നതായും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കപ്പൽ ആക്രമണത്തിൽ ഒരു മലയാളിക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്കയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. റഷ്യൻ കോൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമാക്കാനാണ് നിർദ്ദേശം നൽകിയത്.